പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹസമ്പന്ന എന്ന സ്വർഗീയപിതാവും ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമായി ഞങ്ങളെ നയിപ്പാൻ തക്കവണ്ണം ഇന്ന് കേൾക്കുന്ന വചനം സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബലഹീന എന്ന അടിയനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് യേശുവിനാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. ഈ എപ്പിസ്റ്റൽ ഓഫ് സെയിൻറ്റ് പോൾ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഉത്കണ്ഠ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ അത് കുടുംബജീവിതത്തിലായിരുന്നാലും ഔദ്യോഗിക ജീവിതത്തിലായിരുന്നാലും ചുറ്റുപാടുമുള്ള സാമൂഹിക ജീവിതത്തിലൊക്കെയുമായിരുന്നാലും ഈ ഉത്കണ്ഠ അതിന് വർദ്ധിക്കുവാനുള്ള പല കാരണങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. കുടുംബജീവിതത്തിലാണെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യങ്ങളിൽ ഇന്ന് കഴിഞ്ഞ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഉപരിയായ ഉത്കണ്ഠ ഇന്നുള്ള മാതാപിതാക്കന്മാർക്കുണ്ട്. കാരണം അവർക്കുള്ള എക്സ്പോഷറും ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളും കൂടുതൽ അറിയുവാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കാലയളവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ യുഗത്തിൽ നാം ജീവിക്കുമ്പോൾ കൂടുതലായി ചുറ്റുപാടുമുള്ള നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുവാനുള്ള സാഹചര്യം നമുക്കുണ്ട്. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷ മാതാപിതാക്കന്മാർക്ക് ഒരുപക്ഷെ കൂടുതലായി ഈ കാലങ്ങളിൽ ഉണ്ടാകാം. ഔദ്യോഗിക ജീവിതത്തിൽ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഉപരിയായ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ ജോലി ചെയ്യുന്നൊരു സാഹചര്യം, അതൊക്കെയും കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാക്കുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നവയാണ്. അങ്ങനെ ഏത് തരത്തിലും നാം നോക്കിയാൽ ആകാംക്ഷ, ഉത്കണ്ഠ, ആങ്സൈറ്റി എന്നൊക്കെയും പറയുന്ന ഈ കാര്യം ഇന്ന് വളരെ അധികമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ ഒരു പഠനം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഉത്കണ്ഠപ്പെടുന്ന കാര്യങ്ങളിൽ ഏതാണ്ട് 40% സംഭവിക്കുകയില്ല. അപ്പോൾ സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഏതാണ്ട് 40% ആണ് എന്ന് ആ കണക്ക് രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത് 30% കാര്യങ്ങൾ നമുക്കതിൻ്റെ മേൽ ഒരു നിയന്ത്രണവുമില്ല. നാം ഉത്കണ്ഠപ്പെട്ടാലും അല്ലെങ്കിലും അതിന്മേൽ നമുക്ക് നിയന്ത്രണമില്ലാത്ത, നമുക്ക് കൺട്രോളില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഉത്കണ്ഠപ്പെടാറുള്ളത്. 10% നമ്മുടെ ആരോഗ്യപരമാകുന്ന കാര്യങ്ങൾ ആകാം. അത് ഉത്കണ്ഠ ഉണ്ടാകുന്നത് മൂലം കൂടുതൽ പ്രയാസങ്ങളിലേക്ക് അത് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഉള്ള സാഹചര്യം ഉണ്ട് എന്ന് നാം കാണുകയാണ്. 12% മറ്റുള്ളവർ നൽകുന്ന പല അല്ലെങ്കിൽ അവരുടേതാകുന്ന പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ആകാംക്ഷയാണ്. അത് ഒരിക്കലും അതിൻ്റെ ഒരു നല്ല ശതമാനവും സത്യമല്ല. അപ്പോൾ സത്യമല്ലാത്ത നമ്മെ ബാധിക്കുന്ന പല പ്രയാസങ്ങൾ, അങ്ങനെ നാം ഉത്കണ്ഠപ്പെടുന്നതിലേറെ നല്ലൊരു ഭാഗവും നമുക്ക് സംഭവിക്കുവാൻ സാധ്യതയില്ലാത്തതും നമുക്ക് അതിൻ്റെ മേൽ നിയന്ത്രണമില്ലാത്തതുമാകുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നാം ഉത്കണ്ഠപ്പെടുന്നത് എന്നാണ് ഈ പഠനം നമ്മെ മനസ്സിലാക്കി തരുന്നത്. എന്ന് പറയുമ്പോൾ ഈ ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന അതിൻ്റേതാകുന്ന പര്യവസാനം അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ എത്ര വലുതാണെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ഉത്കണ്ഠ മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളെന്ന് പറയുമ്പോൾ ഇന്ന് രോഗങ്ങളിൽ ഒരു നല്ല ശതമാനവും ഇപ്രകാരമാണ്.
പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയും കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അവർ ഹൈപ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മരുന്ന് കൊടുക്കുന്നൊരു സാഹചര്യം ഇന്ന് നിലവിൽ നിൽക്കുന്നുണ്ട്. കാരണം നാം അത് മനസ്സിലാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും എനർജി ഉണ്ട്. ആ എനർജി കളയുവാനുള്ള സാഹചര്യങ്ങൾ പാശ്ചാത്യ ലോകത്ത് ജീവിക്കുന്നവർക്ക് വളരെ കുറവാണ്. കാരണം അവിടുത്തെ കാലാവസ്ഥ ഒരു വർഷത്തിൽ ഒരു പകുതി സമയവും അതിശൈത്യമായതുകൊണ്ട് ബാഹ്യമായ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ അവരെ ഏർപ്പെടുത്തുന്നില്ല. ഭവനത്തിൽ തന്നെ ചിലവഴിക്കേണ്ട ഒരു സാഹചര്യം. രണ്ടാമത് ഈ ടെലിഫോണും ടി വിയും മറ്റും എപ്പോഴും കാണുകയും വയലൻ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളിൽ അത് ഉണ്ടാക്കുന്ന വ്യതിയാനം അല്ലെങ്കിൽ മാനസികമാകുന്നുണ്ടാകുന്ന സമ്മർദ്ദമൊക്കെയുമാണ് ഇതിന് കാരണം. അതിന് പ്രതിവിധിയായി മരുന്നുകളിൽ ചെറുപ്പം മുതൽ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം പാശ്ചാത്യ രാജ്യത്തും ഇന്ന് നമ്മുടെ ദേശത്തൊക്കെയും വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇതിനൊക്കെയും പ്രതിവിധി എന്ത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. തിരുവചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഉത്കണ്ഠപ്പെടുന്ന സാഹചര്യങ്ങൾ ഇല്ലാതെ വരികയില്ല. അതിനുള്ള സാഹചര്യങ്ങൾ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. പക്ഷേ ആ ഉത്കണ്ഠ അതിനെ ലഘൂകരിക്കുവാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ തൊക്കെയാണ് നമുക്ക് കഴിയുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ്. ആ ബന്ധമെന്ന് പറയുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥനാ ജീവിതമില്ലാത്ത ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മറ്റുള്ള അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും കൂടുതൽ ഉത്കണ്ഠയുണ്ടാകും. ആ വ്യക്തിയുടെ ജീവിതത്തെ അത് സാരമായി ബാധിക്കും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും സാഹചര്യങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ ആയേക്കാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് വ്യത്യസ്തമാകുന്ന രീതിയിൽ നേരിടുവാൻ തൊക്കോണം ആ വ്യക്തിക്ക് കഴിയുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് 3 കാര്യങ്ങൾ. ഒന്ന്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. 3 കാര്യം: പ്രാർത്ഥന, അപേക്ഷ, അതോടൊപ്പം തന്നെ സ്തോത്രത്തോടെ. അപ്പോൾ നാം ചിന്തിച്ചേക്കാം, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നത്? ഈ കടന്നു വന്നിരിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് ഭാരപ്പെടുമ്പോൾ എങ്ങനെയാണ് ആ വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ തൊക്കെ കഴിയുന്നതെന്നൊരു പക്ഷേ നാം ചിന്തിച്ചേക്കാം. നാം നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പഴയ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ പോലും നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. അപ്പോൾ അവിടെ നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പ്രയാസത്തെ അതിജീവിച്ചവരെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ നാം ഇന്നായിരിക്കുന്ന ഈ ഉത്കണ്ഠയാകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് കഴിയുമ്പോൾ അന്ന് നമ്മെ അപ്രകാരം ഒരു സാഹചര്യത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയും. ആ സ്തോത്രം നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളൊരു വലിയ ബോധ്യവും വിശ്വാസവും നമ്മളിൽ ഉണ്ടാക്കുവാൻ മുഖാന്തരമായി തീരുകയാണ്. അപ്പോൾ പ്രയാസങ്ങളുടെ താഴ്വരകളിൽ ആ പ്രയാസങ്ങളിലേക്ക് നോക്കി ആ പ്രശ്നത്തെ വലിപ്പമുള്ളതാക്കി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ആ പ്രയാസങ്ങളുടെ സാഹചര്യങ്ങളിൽ നമുക്കത് അസാധ്യമാണ്, നമ്മുടെ കഴിവുകൾക്ക് അപ്പുറമായിട്ട് ഉള്ള ഒരു പ്രശ്നമാണ് എങ്കിൽ പോലും അവിടെ സകല പ്രശ്നത്തിനും പരിഹാരകനാകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ വഴി നടത്തിയ ദൈവത്തെ സ്തോത്രം ചെയ്ത ആ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും നമുക്ക് കഴിയുമ്പോൾ ആ വലിയ പ്രയാസത്തിൽ നിന്ന്, ആ ഉത്കണ്ഠയുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവിടെ നമ്മെ രക്ഷിക്കുവാൻ തൊക്കോണം അല്ലെങ്കിൽ അതിനെ ലഘൂകരിച്ച് ആ ദിവ്യ സമാധാനം പ്രാപിപ്പാൻ തൊക്കോണം നമുക്ക് കഴിയുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്നത് ഈ ലോകത്തിൻ്റേതാകുന്ന കാര്യങ്ങളാണ്. ഈ ലോകത്തിനപ്പുറമായ ഒരു ജീവിതം, അതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ഉത്കണ്ഠയില്ല. എന്ന് പറയുമ്പോൾ ഈ ജീവിതം ഒരു പ്രവാസകാലമാണ്. അത് ഏറിയാൽ 70, 80 അല്ലെങ്കിൽ 90. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ മോശയുടെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഏറെയായാൽ 70 അല്ലെങ്കിൽ 80 മാത്രം. അത്രയും സംവത്സരം ഈ ഭൂമിയിൽ വസിച്ച് ഒരു പ്രവാസ ജീവിതം നയിച്ച് നാം ദിവസത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. അപ്പോൾ
നാം ഏറെ ഉത്കണ്ഠപ്പെടേണ്ടത് ഈ ജീവിതം കഴിഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം എങ്ങനെയാണ് അവിടെ ആയിരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മെ ഓരോരുത്തരെയും ഏതാണ്ട് 99% ആളുകളും ഉത്കണ്ഠപ്പെടുന്നത് ഈ ലോകത്തിൻ്റേതാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നാളെ എന്തായിത്തീരും, എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ എന്തായിത്തീരും, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എന്തായിത്തീരും, കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സാഹചര്യം, മാതാപിതാക്കന്മാരാകുന്ന ഞങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും. അങ്ങനെ ചുറ്റുപാടുകളും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ കൂടുതൽ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാലയളവിലേക്ക് നാം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഉത്കണ്ഠയെ അതിജീവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തോടുള്ള പ്രാർത്ഥനയുമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുകയാണ് 3-ാം അധ്യായം 17-18 തിരുവചനം. നാം ഇങ്ങനെ വായിക്കുന്നു: അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകുകയില്ല. അപ്പോൾ ഇത് നാം വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇപ്രകാരമുള്ളൊരു സാഹചര്യത്തിലല്ല നാം ഇന്ന് ജീവിക്കുന്നത് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. ശരിയാണ്, ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആശ്രയിച്ചിരുന്നത് കൃഷിയിലും മൃഗസമ്പത്തിലുമായിരുന്നു. അപ്പോൾ ഈ കൃഷിയും മൃഗസമ്പത്തിൽ നിന്നുള്ള ഫലം അവർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അവരുടെ ജീവിതം വളരെ ദുരിതമായി തീരും. അപ്പോൾ അതിന് കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമായിട്ട് ലഭിക്കണം, അല്ലെങ്കിൽ അപ്രകാരമുള്ള സാഹചര്യങ്ങൾ ലഭിക്കണം. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യവുമായി ഇത് താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റു പലതുമാകാം. നമ്മുടെ ജോലിയാകാം, സാമ്പത്തികമാകുന്ന കാര്യങ്ങൾ, മറ്റു പലതലങ്ങളിൽ ബിസിനസ്സുകളാകാം. അതൊക്കെയും ഇതുമായി നാം താരതമ്യപ്പെടുത്തുമ്പോൾ അതൊക്കെ നഷ്ടമാകുന്ന അല്ലെങ്കിൽ അതിനൊക്കെയും ഭംഗം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എന്നിവിടെ ഹബക്കൂക്കിൻ്റെ പുസ്തകം പറയുകയാണ്. 18-ാം വാക്യം: എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കും. അപ്പോൾ ഇതൊക്കെയും നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഉണ്ടാകാതെ വന്നാൽ പോലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തിൽ ആനന്ദിക്കും, രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കും. യഹോവയായ ദൈവം എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാനിൻ്റെ കാൽ പോലെ ആക്കുന്നു, ഉന്നതങ്ങളിലേക്ക് എന്നെ നടത്തുന്നു. ഇതാകണം ഒരു ദൈവഭക്തൻ്റെ വിശ്വാസം. ദൈവം നമ്മെ ദോഷമായി പരീക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് അതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടാകും. നാം ഇന്ന് ഒരു പ്രയാസത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് നമ്മുടെ നാശത്തിനല്ല, പിന്നെയോ നമ്മുടെ നന്മയ്ക്കായിട്ടാണ്, കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ടാണ്, ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടുവാനാണ്, ദൈവവിശ്വാസത്തിൽ കൂടുതൽ വളരുവാനാണ്. ആ പ്രശ്നങ്ങൾ അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നാം വർദ്ധിക്കുവാൻ അത് മുഖാന്തരമായി തീരും. അത് മറ്റുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റനേകരുടെ പ്രയാസങ്ങളിലും അവരെയും നമുക്ക് ഉപദേശിക്കുവാൻ, അവരെയും നാം കടന്നുപോയ വഴിയിൽ നാം വിജയിച്ച പാതയിലൂടെ അവരെയും നയിക്കുവാൻ തക്കവണ്ണം അത് മുഖാന്തരം ഒരുക്കപ്പെടും എന്ന് നാം മനസ്സിലാക്കുക. മാത്രമല്ല, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ 6:25 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നു: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവന് വേണ്ടിയും എന്ത് ധരിക്കും എന്ന് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയും ഉത്കണ്ഠപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. നിങ്ങൾ അവയേക്കാൾ ശ്രേഷ്ഠതയുള്ളവരല്ലോ. അപ്പോൾ പറവകളെയും അല്ലെങ്കിൽ അപ്രകാരം ദൈവം സൃഷ്ടിച്ച ഓരോ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ദൈവം, അവയെ പുലർത്തുന്ന ദൈവം, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച തൻ്റെ മേൽ ജീവശ്വാസമൂതി ആ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് എത്രയധികം കരുതലുണ്ട് എന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. അപ്പോൾ അവൻ നമ്മെ കരുതുന്നവനാകിയാൽ നമ്മുടെ സകല ചിന്താകുലതകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആകുലതകളും ഉത്കണ്ഠതകളും കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും 27-ാം വാക്യത്തിൽ പറയുന്നു:
ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തോട് ഒരു മുഴം കൂട്ടുവാൻ കഴിയുമോ? അപ്പോൾ ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആയുസ്സിൻ്റെ ഒരു ദൈർഘ്യമെങ്കിലും കൂട്ടുവാൻ നിങ്ങൾക്ക് സാധ്യമോ? ഒരു മുഴമെങ്കിലും ആയുസ് നീട്ടുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അതിന് ഒരുപക്ഷെ നീട്ടുകയല്ല, പിന്നെ കുറയാനുള്ള സാധ്യതയാണ്. ഉത്കണ്ഠ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കുറയുവാൻ, നമ്മുടെ പ്രായം എത്രയും വേഗം വർദ്ധിക്കുവാൻ ഒരു മുഖാന്തരമായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നാം എപ്പോഴും ആ കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ഏതാണ്ട് 40% കാര്യങ്ങൾ നടക്കുവാൻ പോകാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും നാം ഉത്കണ്ഠപ്പെടുന്നത്. അതൊരിക്കലും സംഭവിക്കുകയില്ല. അതൊരു സ്റ്റാറ്റിസ്റ്റിക്സാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രയാസങ്ങൾ അതെന്തായിരുന്നാലും അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല, ഒരുപക്ഷെ അത് നടക്കുവാൻ സാധ്യതയുള്ളതല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് ഗുണത്തേക്കാൾ ഉപരി ദോഷമുണ്ടാകും എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, ഏത് കാര്യമായിരുന്നാലും സകലത്തിലും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, അപേക്ഷിക്കുവാൻ, സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ആ വിഷയം സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. വസ്ത്രത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത് എന്തിന്? വയലിലെ ലില്ലിച്ചെടികളെ നോക്കുവിൻ, അവ എങ്ങനെ വളരുന്നു, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം അണിഞ്ഞൊരുങ്ങിയിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കും. ആകയാൽ നാം എന്തു ഭക്ഷിക്കും, നാം എന്തു കുടിക്കും, നാം എന്തു ധരിക്കും എന്ന് പറഞ്ഞ് ഉത്കണ്ഠപ്പെടരുത്. ഈ കാര്യങ്ങളൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ ദൈവം മുന്നമേ നമുക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ അറിയുന്ന ദൈവമാണ്, നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മെ ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. പക്ഷെ അതിനൊരു വലിയ പ്രതിവിധി കൂടി ഇവിടെ തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്. 33-ാമത്തെ തിരുവചനം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിന് പ്രതിവിധി എന്താണ്? നമ്മെ പ്രയാസപ്പെടുത്തുന്ന, നമുക്ക് ഭാരമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രതിവിധി എന്താണ്? മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായ സ്ഥാനം നൽകുവാൻ കഴിയണം. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീതി ഉണ്ടാകണം. രണ്ടാമത്, ദൈവരാജ്യം ഈ ഭൂമിയിൽ സൃഷ്ടിക്കുവാനുള്ള ഭാഗമായി ഞാനും നിങ്ങളും തീരണം. അത് കർത്താവ് നമുക്ക് നൽകുന്ന സ്നേഹം മറ്റുള്ളവർക്ക് നൽകുവാൻ, കർത്താവിനെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് നൽകുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്കവൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ തക്കവണ്ണം സമാധാനത്തിൻ്റേതാകുന്ന, സന്തോഷത്തിൻ്റേതാകുന്ന രാജ്യത്തിൻ്റെ പണിക്കാരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്. അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരനായി കർത്താവ് തന്നെ നമ്മെ വഴി നടത്തും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കർത്താവ് ഇത് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ താൻ ഇപ്രകാരമുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. നാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 39 മുതലുള്ള തിരുവചനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നേരിട്ട ഏറ്റവും വലിയ പരീക്ഷ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും കുരിശുമരണം ഏറെ വേദനാജനകമാണ്, നിന്ദ്യാസമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി കർത്താവ് മനസ്സുകൊണ്ട് ഏറെ ദുഃഖിച്ച, വേദനിച്ച തൻ്റെ അനുഭവം ഗത്സമനയിൽ വെച്ചായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഗത്സമനയിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഒരു സ്ക്രീനിൽ എന്ന പോലെ കർത്താവിന് മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. കാരണം വ്യക്തമായിട്ടാണ്ട് 3 പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് താൻ നേരിടുവാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ച്, ക്രൂശ് മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായി നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അറിയാമായിരുന്ന കർത്താവ് ഗത്സമനയിൽ അവസാനമായി കടന്നുപോയി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വായിക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 39 തിരുവചനം. അവൻ പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്,
നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിനെന്ന് പറഞ്ഞു. താൻ അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നിറവേറട്ടെ. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളികൾ പോലെ ആയിരുന്നു. അപ്പോൾ കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ നേരിടുവാൻ പോകുന്ന ആ കുരിശു മരണം അവൻ കണ്ടുകൊണ്ട് ആ പ്രതിസന്ധിയെ ധ്യാനിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അതിവേദനയിലാകുന്ന ഒരു സാഹചര്യം, ഉത്കണ്ഠ ഉണ്ടാകാൻ, മരണം മുഖാമുഖം കാണുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ അവിടെ ഉത്കണ്ഠ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മനുഷ്യനല്ല. അപ്പോൾ ദൈവപുത്രനായ മനുഷ്യനായി പിറന്ന യേശുവും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടാണ് നമുക്ക് ഈ സന്ദേശം നൽകുന്നത്. ആ കടന്നുപോയ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ കടന്നുപോയാൽ എങ്ങനെ ആ സാഹചര്യത്തിൽ ആ മനുഷ്യന് വേദന അനുഭവിക്കുമോ, ദുഃഖം അനുഭവിക്കുമോ, ഉത്കണ്ഠ ഉണ്ടാക്കുമോ, അപ്രകാരം ഒരു സാഹചര്യത്തിലൂടെ യേശുവും കടന്നുപോയി. അപ്പോൾ ആ ഉത്കണ്ഠയുടെ സാഹചര്യത്തിൽ യേശു എന്താണ് ചെയ്തത്? പിതാവിൻ്റെ സന്നിധിയിൽ യേശു കടന്നു വന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന എന്താണ്? പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് വലിയ വ്യത്യാസം നമ്മുടെ കാണുന്നു, അതിശ്രദ്ധയോടെ. അപ്പോൾ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉത്കണ്ഠ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ ആ വിഷയം സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ നാം വായിക്കുകയാണ്, യേശുവിനെ ശക്തീകരിക്കുവാൻ പിതാവ് ഒരു ദൂതനെ അവിടേക്ക് അയച്ചു. ആ ശക്തി പ്രാപിച്ച യേശു അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. പിന്നീട് നാം അപ്രകാരം ഒരു സാഹചര്യം യേശു കാണുന്നില്ല. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നു, അവിടെ അരുതാത്ത കുറ്റം ചുമത്തി മരണശിക്ഷയ്ക്ക് അല്ലെങ്കിൽ കുരിശുമരണത്തിന് ഏൽപ്പിക്കുന്നു. ഇവിടെയൊന്നും ഇപ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ വിയർപ്പ് രക്തത്തുള്ളി ആകുന്ന ഒരു സാഹചര്യം നാം കാണുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ആ വലിയ പ്രയാസത്തെ അതിജീവിക്കുവാനുള്ള മനധൈര്യം മാത്രമല്ല, ആത്മധൈര്യം മാത്രമല്ല, ദൈവകൃപ പ്രാപിക്കുവാൻ തക്കോണം യേശുവിന് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം ഏറെ ദുഃഖമാകുന്ന, ഏറെ ഭാരമാകുന്ന, പ്രയാസമാകുന്ന സാഹചര്യത്തിലൂടെ യേശു കടന്നു പോവുകയാണ്. എല്ലാവരാലും അപമാനിക്കപ്പെട്ട്, ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം വിധിച്ച്, ഒരു രീതിയിലും നീതീകരിക്കുവാൻ കഴിയാത്ത ഒരു വിധിയിൽ ഏറെ ദുഃഖപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ യേശു വളരെ ആത്മസംയമനത്തോടു കൂടി ഓരോ കാര്യങ്ങളും നേരിട്ട് ആ തെരുവീതികളിലൂടെ ക്രൂശുമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഓശാന ദാവീദിന് പുത്രൻ ഓശാന എന്ന് പറഞ്ഞ ഒരു വലിയ ജനസമൂഹം ഉണ്ടായിരുന്നപ്പോൾ ഇന്നെല്ലാവരും അവനെ ക്രൂശിക്കുക എന്ന് അട്ടഹസിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലും ആത്മസംയമനത്തോടുകൂടി അതേ നേരിടുവാൻ കർത്താവിന് കഴിഞ്ഞത് ആ ഉത്കണ്ഠ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെയൊക്കെയും ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അവയെ എങ്ങനെ നേരിടണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഫിലിപ്പിയ ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇതിന് കഴിയാറുണ്ടോ? ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ തക്കവണ്ണം പലപ്പോഴും നാം മറ്റു പലതിലേക്കും ആശ്രയിച്ചേക്കാം, വ്യക്തികളിൽ ആശ്രയിച്ചേക്കാം, അല്ലെങ്കിൽ ഡോക്ടർമാരിൽ ആശ്രയിക്കാം. എന്നാൽ സർവോപരി നമ്മെ ഉള്ളംവണ്ണം അറിയുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ അതിജീവിപ്പാൻ കൊണ്ട് നമുക്ക് കഴിയും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ തിരുവചനത്തിൻ്റെ 7 അതായത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ സംരക്ഷിക്കും. അപ്പോൾ എന്താണ് ഈ പ്രയാസത്തിൻ്റെ നടുവിൽ അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ നാം ആ വിഷയം അറിയിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം അതാണ് പറയുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ സംരക്ഷിക്കും. അപ്പോൾ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ആ പ്രാർത്ഥനയിലൂടെ നമുക്ക്
പ്രാപിക്കുവാൻ തക്കോണം കഴിയും. ആ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ തക്കോണം കഴിയും. പ്രശ്നം ഒരുപക്ഷെ മാറിപ്പോകുകയില്ലായിരിക്കാം. പക്ഷേ ആ ഉത്കണ്ഠപ്പെടുന്ന, ആകാംക്ഷപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ മനസ്സിനെ ഏറ്റവും ഏകാഗ്രതമാക്കുവാൻ, ദൈവിക സമാധാനത്താൽ നിറയുവാൻ തക്കോണം നമുക്ക് കഴിയും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല. അപ്പോൾ ആ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം നമുക്ക് പ്രാപിക്കുവാൻ, നിത്യമായി നിലനിൽക്കുന്ന സമാധാനം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ബന്ധമാണ്. ഇന്ന് സമാധാനത്തിനു വേണ്ടി ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ മറ്റു പലതിലും ആശ്രയിക്കുന്ന നേരെ നാം കാണാറുണ്ട്. പലരും പറയാറുണ്ട്, ഞാൻ മദ്യപിക്കുന്നത് ഒരല്പ സമാധാനത്തിന് വേണ്ടിയാണ്, പുകവലിക്കുന്നത് അല്പസമാധാനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്, ചൂത് കളിക്കുന്നത് അല്ലെങ്കിൽ ഡ്രഗ് എടുക്കുന്നത് സമാധാനത്തിന് വേണ്ടി. ഒരിക്കലും നിത്യമായ സമാധാനം അവയിൽ നിന്നും നമുക്ക് ലഭിക്കുകയില്ല. നമുക്കറിയാം, ഒക്കെ നൈമിഷികമാണ്. അല്പസമയത്തിന് ശേഷം നാം പ്രാപിച്ച് എന്ന് കരുതുന്ന ആ സമാധാനം ഇല്ലാതെ കൂടുതൽ പ്രയാസങ്ങളിലേക്കത് വഴിതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസവും ഓടുകൂടിയുള്ള പ്രാർത്ഥനയും അപേക്ഷയും നമുക്ക് ഉണ്ടാകുന്നുവെങ്കിൽ, ഇപ്രകാരമുള്ള സാഹചര്യം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആ പ്രാർത്ഥന നമ്മെ എപ്പോഴും നിലനിർത്തുന്ന ദിവ്യ സമാധാനത്തിലേക്ക് നയിച്ചുകൊണ്ട് ദൈവകൃപയിൽ മുമ്പോട്ട് പോകാനും നമ്മുടെ ചുറ്റുപാടുകളുമുള്ള അനേകർക്ക് നമ്മളിലൂടെ യേശുവിനെ കാണുവാനും അത് മുഖാന്തരമായി തീരും. അപ്രകാരം ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.